ഞാൻ തൊട്ട് മുന്നത്തെ വീഡിയോയില് ഡെവ്സെക്കോപ്സിന്റെ ഒരു ഡീറ്റെയിൽ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നില്ലേ? അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇൻ കേസ് നിങ്ങളൊരു ഡെവലപ്പർ മാത്രമാണ്, അതായത് ഡെവോപ്സിന്റെ റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രാക്ടീസസ് ഒന്നും നിങ്ങൾ ചെയ്യുന്നില്ലെങ്കിൽ പോലും നിങ്ങളുടെ എക്സിസ്റ്റിംഗ് ഡെവലപ്മെന്റ് പ്രോസസ്സിലേക്ക് സെക്യൂരിറ്റി റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ആഡ് ചെയ്യാന്ന്. ഇന്നത്തെ ഈ വീഡിയോ മുതൽ ഞാനൊരു സീരീസ് ആയിട്ടാണ് ചെയ്യാൻ പോകുന്നത്. അതായത് ഇന്ന് ഞാൻ ബിഗിനേഴ്സ് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഡെവ്സെക്കോപ്സ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ നമ്മൾ കൊണ്ടുവരേണ്ട ചേഞ്ചസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഞാൻ അതിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു ഡെവലപ്പർ ആണെങ്കിലും അതുപോലെ തന്നെ ഒരു ഡെവോപ്സ് എഞ്ചിനീയർ ആണെങ്കിലും എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാന്നുള്ളത് അത് ഞാൻ അപ്കമിങ് വീഡിയോസിൽ ഡിസ്കസ് ചെയ്യാം കേട്ടോ. അപ്പൊ ബിഗിനേഴ്സിന്റെ സെക്ഷനിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഫസ്റ്റ് നിങ്ങൾ കോമൺ വൾനറബിലിറ്റീസ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി വെക്കണം. അത് ഞാൻ വിചാരിക്കുന്നത് ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയായിരിക്കും. എസ്പെഷ്യലി കോമൺ ആയിട്ട് നമുക്ക് വരുന്ന അറ്റാക്സുകളെ കുറിച്ച് നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ടാവും. ഇൻ കേസ് ഇല്ലാന്നുണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ പറഞ്ഞാൽ മതി, നമുക്കൊരു വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ. അതിന്റെ രണ്ടാമത്തെ പാർട്ടായിട്ട് ഞാൻ പറഞ്ഞെന്തായിരുന്നു, നമ്മൾ കോഡ് സ്കാനിങ് ടൂളുകളെ കുറിച്ച് ലേൺ ചെയ്യുക. ഇപ്പൊ ഫസ്റ്റ് നിങ്ങൾ ഫ്രീ ടയർ ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു കോഡ് സ്കാനിങ് ടൂള് അതെങ്ങനെയാ വർക്ക് ചെയ്യുന്നത്, എങ്ങനെ സെറ്റ് ചെയ്യാന്നുള്ളത് നോക്കുക. പിന്നെ നമുക്ക് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടൂളിലേക്ക് പോവാന്ന്. അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ ഇങ്ങനെ ഒരു ടൂളിനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതായത് സോണാർ ക്യൂബിനെ പറ്റിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോണാർ ക്യൂബ് നമ്മുടെ സിസ്റ്റത്തിൽ എങ്ങനെ സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും, നമ്മളൊരു പ്രൊജക്ട് ചെയ്ത് യൂസ് ചെയ്തിട്ട് എങ്ങനെ സ്കാൻ ചെയ്യാം, അത് വെച്ചിട്ട് നമ്മുടെ കോഡിന്റെ വൾനറബിലിറ്റിയും ബഗ്സ് ഒക്കെ എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാം, ആ ഒരു ഡീറ്റെയിൽ ആണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പ്രാക്ടിക്കൽ സെഷനിലേക്ക് പോകുന്നതിന് മുന്നേ നമുക്ക് ആദ്യം എന്താണ് സോണാർ ക്യൂബ് എന്ന് നോക്കാം. ഇതൊരു ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ ആണ്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കോഡ് ക്വാളിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇപ്പൊ നിങ്ങൾ മൈക്രോസോഫ്റ്റിന്റെ വേർഡ് എടുക്കുകയാണെങ്കിൽ അവിടെ നമ്മൾ എന്തെങ്കിലും ടൈപ്പ് ചെയ്യുന്ന സമയത്ത് ഗ്രാമാറ്റിക്കൽ മിസ്റ്റേക്ക് വന്നാലും സ്പെല്ലിംഗ് എറേഴ്സ് എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിലും അവർ അണ്ടർലൈൻ ഇട്ട് കാണിച്ചു തരും അല്ലെ. ഇപ്പൊ ഒരു ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഇഷ്യൂസ് ആണെങ്കിൽ റെഡ് ലൈനിൽ കാണിക്കും, അല്ലെങ്കിൽ ബ്ലൂ ലൈനിലൊക്കെ കാണിച്ചു തരാറുണ്ട്. അതുപോലെ തന്നെയാണ് ഇവിടെയും കുറച്ച് കാര്യങ്ങൾ നമ്മുടെ കോഡിന്റെ സെക്യൂരിറ്റി റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളും ഐഡന്റിഫൈ ചെയ്യുന്നു. ഞാൻ ഓൾറെഡി ക്ലീൻ കോഡിന്റെ വീഡിയോയിൽ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങളൊരു കോഡ് എഴുതുന്ന സമയത്ത് നമ്മൾ 2-3 കാര്യങ്ങൾ മനസ്സിൽ വെച്ചിട്ട് വേണം എഴുതാൻ. ഒന്നത് ക്ലീൻ കോഡ് ആർക്കിടെക്ചർ, അതായത് മെയിൻറ്റൈനബിൾ ആയിരിക്കണം. കോംപ്ലക്സ് ആയിട്ട് ഒരു സിമ്പിൾ കാര്യമാണെങ്കിലും ഒരുപാട് ഈഫെൽസ് കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് കോംപ്ലക്സ് ആക്കാതെ ഏറ്റവും സിമ്പിൾ ആയിട്ട് നമ്മുടെ കോൺസെപ്റ്റ് ഇംപ്ലിമെന്റ് ചെയ്യാം. അതുപോലെ തന്നെ മെയിൻറ്റൈനബിൾ ആയിരിക്കണം, റീഡബിൾ ആയിരിക്കണം. നാളേക്ക് നമ്മുടെ കമ്പനിയിൽ ഒരാൾ വന്ന് ജോയിൻ ചെയ്യുമ്പോൾ അയാൾക്ക് ഒരു തേർഡ് പേഴ്സന്റെ ഹെൽപ്പ് ഇല്ലാതെ, നമ്മുടെ ഹെൽപ്പ് ഇല്ലാതെ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റണം, ഈ കോഡ് റീഡ് ചെയ്ത് മനസ്സിലാക്കാൻ വേണ്ടി പറ്റണം. അത് മാത്രമല്ല ഈ കോഡ് മെയിൻറ്റൈനബിൾ ആയിരിക്കണം. അതായത് ഈ കോഡ് റിലേറ്റ് ചെയ്തിട്ട് ഫ്യൂച്ചറിൽ വരാവുന്ന ചേഞ്ചസ് ഈസി ആയിട്ട് അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്ന പോലെ വേണം നമ്മൾ ഈ കോഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം അതൊക്കെ ബേസ് ചെയ്തിട്ടുള്ള വൾനറബിലിറ്റി ആണ് ഇത് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. അതാണ് ഞാൻ ഇത്രയും പറഞ്ഞത് കേട്ടോ. അപ്പം എന്തൊക്കെ കാര്യങ്ങളാണ് ഇത് ഫൈൻഡ് ചെയ്യുന്നത്, നമ്മുടെ കോഡ് റിലേറ്റ് ചെയ്തിട്ടുള്ള ഇഷ്യൂസ് ആണ് ഫൈൻഡ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്ക് 3 കാറ്റഗറി ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. ഫസ്റ്റ് കാറ്റഗറി എന്ന് പറയുന്നത് ബഗ്സ് ആണ്. ബഗ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം /0, എക്സെപ്ഷൻ, നൾ പോയിന്റർ എക്സെപ്ഷൻസ്, അങ്ങനെ കോഡിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന പ്രോബ്ലംസ്, എറേഴ്സ് ആയിട്ട് വരുന്ന എറേഴ്സ് ഐഡന്റിഫൈ ചെയ്യാം. ഇനി രണ്ടാമത്തേത് പറഞ്ഞാൽ വൾനറബിലിറ്റി ആണ്. അതായത് ഈ ഹാക്കേഴ്സ് എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ ചാൻസ് ഉള്ള കോഡ് ഐഡന്റിഫൈ ചെയ്ത് അലേർട്ട് ചെയ്യാം. നമ്മൾ പ്രീവിയസ് വീഡിയോയിലൊക്കെ പറഞ്ഞ പോലെ SQL ഇൻജെക്ഷൻ വൾനറബിലിറ്റിയോ അല്ലെങ്കിൽ വീക്ക് ഒതന്റിക്കേഷൻ റിലേറ്റ് ചെയ്തിട്ടുള്ളതൊക്കെ ഉണ്ടെങ്കിൽ അത് ഐഡന്റിഫൈ ചെയ്തു തരും. മൂന്നാമത്തത് കോഡ് സ്മെൽസ് ആണ്. ഇത് നമ്മുടെ കോഡിന്റെ ഒരു ബഗ്ഗോ എററോ അങ്ങനെയൊന്നുമല്ല. ഇതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ കോഡിന്റെ കോംപ്ലക്സിറ്റി ആണ്. അതായത് ഓവർ കോംപ്ലക്സ് ആയിട്ടുള്ള ഫംഗ്ഷൻസ് നിങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ കോഡ് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനത്തെ വരുന്ന സമയത്ത്, അതും അല്ലെങ്കിൽ ഇപ്പം നമ്മുടെ നെയിമിംഗ് കൺവെൻഷൻസ്, ഇപ്പൊ നമ്മുടെ ഒരു കോഡ് റിവ്യൂ ഇടുന്ന സമയത്ത് നമ്മുടെ സീനിയർ ഡെവലപ്പേഴ്സ് ഏറ്റവും കൂടുതൽ കംപ്ലൈന്റ് ചെയ്യുന്ന കേസ് നമ്മുടെ നെയിമിംഗ് ആയിരിക്കും, അല്ലെങ്കിൽ വേരിയബിൾ നെയിംസ് ഒക്കെ നമ്മൾ കൊടുക്കുന്നതായിരിക്കും. അപ്പൊ ഇതുപോലെ നെയിമിംഗ് കൺവെൻഷൻസ് റിലേറ്റ് ചെയ്തിട്ട് പുവർ ആയിട്ടുള്ള നെയിമിംഗ് കൺവെൻഷൻ ആണോ നിങ്ങൾ യൂസ് ചെയ്തിട്ടുള്ളത്, ഇതെല്ലാം ഐഡന്റിഫൈ ചെയ്യുന്നതാണ് കോഡ് സ്മെൽസ്. അപ്പൊ ഈ 3 കാര്യങ്ങളാണ് ബേസിക് ആയിട്ട് നമ്മൾ ഈ സോണാർ ക്യൂബ് യൂസ് ചെയ്തിട്ട് നമുക്ക് അനലൈസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. നമ്മുടെ കോഡ് എത്രത്തോളം ക്ലീൻ ആണ്, മെയിൻറ്റൈനബിൾ ആണ്, റീഡബിൾ ആണ്. ഇനി ഇതിന്റെ ഏറ്റവും കൂൾ ആയിട്ടുള്ള പാർട്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 25+ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഇത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള ജാവ, പൈത്തോൺ, PHP, C# അങ്ങനെ എല്ലാ ജാവാസ്ക്രിപ്റ്റ് ഒക്കെ ഇത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മാത്രമല്ല 1000+ കമ്പനീസ് ഇത് യൂസ് ചെയ്യുന്നുണ്ട്, ഇൻക്ലൂഡിങ് മൈക്രോസോഫ്റ്റ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം ഇത്രയൊക്കെ മതി, തിയറി പോർഷൻ ഇത്രയൊക്കെ മതി. ഇനി നമുക്കിത് എങ്ങനെയാണ് സിസ്റ്റത്തിൽ സെറ്റ് ചെയ്യണമെന്ന് നോക്കാം. അപ്പൊ അതിനു മുന്നേ ഞാൻ ഡോക്കർ യൂസ് ചെയ്തിട്ടാണ് ഇത് സിസ്റ്റത്തിൽ സെറ്റ് ചെയ്യുന്നത്. ഇൻ കേസ് നിങ്ങൾക്ക് ഡോക്കറിനെ പറ്റി ഒരു ഐഡിയ ഇല്ലാന്നുണ്ടെങ്കിൽ
ഒന്നും പേടിക്കേണ്ട, എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. നമ്മൾ ഡോക്കർ റിലേറ്റ് ചെയ്തിട്ട് ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അതിൽ നിങ്ങൾ ഫസ്റ്റ് വീഡിയോ കണ്ടാൽ മതി. അവിടെ നമ്മൾ എന്താണ് ഡോക്കർ, എങ്ങനെ സെറ്റ് ചെയ്യാം, നമ്മളൊരു ഡോക്കർ ഫയലൊക്കെ എഴുതിയിട്ടുണ്ട്. അറ്റ്ലീസ്റ്റ് ഡോക്കർ സെറ്റ് ചെയ്ത പോർഷനെങ്കിലും ഒന്ന് കാണാം കേട്ടോ, ഇൻ കേസ് നിങ്ങൾക്ക് ഡോക്കർ അറിയില്ല എന്നുണ്ടെങ്കിൽ. അപ്പം ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ നിങ്ങളുടെ സിസ്റ്റത്തിൽ ഡോക്കർ ഉണ്ടാവണം. ഞാൻ ഓൾറെഡി ഡോക്കർ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഇതാണ് കേട്ടോ എൻ്റെ ഡോക്കർ ഡെസ്ക്ടോപ്പിൻ്റെ ആപ്ലിക്കേഷൻ. എൻ്റെ പ്രീവിയസ് വീഡിയോസ് ഒക്കെ ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങളിത് കണ്ടിട്ടുണ്ടാവും. എന്നാൽ ഡോക്കറിൻ്റെ വേഷം നമുക്ക് ജസ്റ്റ് എന്തായാലും നിങ്ങൾ കണ്ടല്ലോ, എന്നാലും ഇപ്പം നമുക്ക് ഡോക്കർ എക്സിസ്റ്റിംഗ് ആണോ എന്ന് അറിയുന്ന കമാൻഡ് നിങ്ങൾക്ക് അറിയാമല്ലോ. ഡോക്കർ -- വേഷൻ, നമ്മൾ സാധാരണ നോഡൊക്കെ ചെക്ക് ചെയ്യുന്ന പോലെ തന്നെ ഡോക്കറിൻ്റെ ലേറ്റസ്റ്റ് വേഷൻ എൻ്റെ സിസ്റ്റത്തിൽ റണ്ണിങ് ആണ്. ഇനി നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സോണാർ ക്യൂബിൻ്റെ ഇമേജ് രജിസ്റ്റർ ചെയ്യുന്ന പുള്ളി ചെയ്ത് റൺ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ലേറ്റസ്റ്റ് ഇമേജ് ആണ് കേട്ടോ പുള്ളി ചെയ്യുന്നത്. അപ്പോൾ റൺ കമാൻഡും കൂടെ ഞാൻ അതിൻ്റെ കൂടെ കൊടുക്കുന്നുണ്ട്. അതായത് ഡോക്കറിൻ്റെ പ്രീവിയസ് വീഡിയോ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാൻ, ഞാൻ അതൊന്നും ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല കേട്ടോ. ജസ്റ്റ് ഡോക്കർ കണ്ടെയ്നർ റൺ ചെയ്യുന്ന കമാൻഡ് കൊടുക്കുന്നു. ഡിറ്റാച്ച്ഡ് മോഡിലാണ് റൺ ചെയ്യുന്നത്. നെയിമായിട്ട് ഞാൻ സോണാർ ക്യൂബ് എന്നാണ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ പോർട്ട് മാപ്പ് ചെയ്യുന്നത് 9000ലേക്കാണ് നമ്മുടെ സിസ്റ്റത്തിലെ ലോക്കൽ പോർട്ടിൽ റൺ ചെയ്യുന്നത്. പിന്നെ ഇമേജിന്റെ നെയിം സോണാർ ക്യൂബും തന്നെയാണ് കേട്ടോ. ഈ കമാൻഡ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ കോഡും കമാൻഡ്സും കൂടെ റീഡ്മി ഫയലായിട്ട് എഴുതി അറ്റാച്ച് ചെയ്തേക്കാം. എന്നിട്ട് നമ്മൾ എൻ്റർ കൊടുക്കാം. ഇത് ഓൾറെഡി ഞാൻ എൻ്റെ സിസ്റ്റത്തിൽ പുള്ളി ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ ഈ ഒരു ഓൾറെഡി യൂസ്ഡ് എന്ന് പറഞ്ഞിട്ട് വന്നത്. ഓൾറെഡി ഞാൻ എൻ്റെ സിസ്റ്റത്തിലുണ്ട്. എക്സിസ്റ്റിംഗ് ആണോ എന്ന് അറിയാൻ വേണ്ടി ഡോക്കർ PS എന്ന് പറഞ്ഞിട്ടുള്ള കമാൻഡ് അടിച്ച് നോക്കിയാൽ മതി. കൊടുക്കണ്ടോ, ഓൾറെഡി ഞാനുണ്ട്. ഇത് ഓൾമോസ്റ്റ് ഒരു 800 സംതിങ് 850 MB എത്രയോ വരുന്നുണ്ട് കേട്ടോ. ഒരു ഇമേജ് പോലെ കൊടുത്തേക്കാം. ഞാൻ ആ സമയത്ത് എടുത്തത്. അത് നിങ്ങളൊരു ചിലപ്പോൾ ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് ഒക്കെ എടുക്കും. നിങ്ങളുടെ നെറ്റിൻ്റെ സ്പീഡും ഒക്കെ അനുസരിച്ചിരിക്കും. പക്ഷെ ഒത്തിരി ടൈമൊന്നും എടുക്കില്ല. ഓക്കെ, അത് 1 ടൈം ചെയ്യും. ഞാൻ എൻ്റെ സിസ്റ്റത്തിൽ ഇതിപ്പോൾ റണ്ണിങ് അല്ല, റൺ ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുവാണ് കേട്ടോ. അപ്പോൾ ഡോക്കർ സ്റ്റാർട്ട്, പിന്നെ ഇമേജിന് നെയിം കൊടുക്കുക. ഇനി നിങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ 9000 എന്ന് പറഞ്ഞ പോർട്ടലാണല്ലോ ഇത് റൺ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ബ്രൗസറിൽ പോയിട്ട് ലോക്കൽ ഹോസ്റ്റ് 9000 അടിക്കുക. നമുക്ക് CI/CD പൈപ്പ്ലൈനിലേക്കൊക്കെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത് അടുത്ത വീഡിയോയിൽ നോക്കാം കേട്ടോ. അപ്പോൾ ഇത് ഓപ്പൺ ചെയ്ത് വരുമ്പോൾ ഡീഫാൾട്ട് ആയിട്ടുള്ള യൂസർ നെയിമും പാസ്വേഡും അഡ്മിൻ ആണ്. അത് കൊടുത്ത് ലോഗിൻ ചെയ്യുമ്പോൾ അവർ നമ്മളോട് പിന്നെ പാസ്വേഡ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷൻ കാണിക്കും. എല്ലാ സൈറ്റിലും കാണിക്കുന്ന പോലെ നിങ്ങൾ ചേഞ്ച് ചെയ്യുക. ഞാൻ ഓൾറെഡി എൻ്റെ പാസ്വേഡ് ചേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. പാസ്വേഡ് കൊടുത്ത് ലോഗിൻ ചെയ്യാം. എന്നിട്ട് നമുക്കിവിടെ മൾട്ടിപ്പിൾ ഓപ്ഷൻസ് ഉണ്ട്. ഒന്നുകിൽ നമുക്ക് നമ്മുടെ എക്സിസ്റ്റിംഗ് ആയിരിക്കുന്ന റെപ്പോസിറ്ററി, ഇപ്പോൾ നിങ്ങൾക്ക് ഗിറ്റ് ഹബ് ഒക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഗിറ്റ് ലാബിൽ നിന്നാണെങ്കിലും പ്രൊജക്റ്റ് സെറ്റ് ചെയ്യാം. ഇപ്പം നമ്മൾ അങ്ങനെയല്ല ചെയ്യുന്നത്. ഇപ്പം ഇവർ പറയുന്ന പോലെ തന്നെ റണ്ണിങ് പർപ്പസിന് നമ്മുടെ ഫസ്റ്റ് വീഡിയോ ആണല്ലോ, അതുകൊണ്ട് നമുക്കൊരു പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യാം. അപ്പം പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ പ്രൊജക്ട് നെയിം ഡിസ്പ്ലേക്ക്, അതായത് ഈ പ്രൊജക്റ്റ് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഈ ഒരു സോണാർ ക്യൂബിൽ കാണിക്കുന്ന നെയിമാണ് കൊടുക്കുന്നത്. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ JS ആപ്പ് എന്നാണ്, ജാവാസ്ക്രിപ്റ്റ് ആപ്പ് ഡെമോ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുകയാണ്. നമ്മൾ ജാവാസ്ക്രിപ്റ്റിൻ്റെ ഫയലാണ് നമ്മളിത് യൂസ് ചെയ്തിട്ട് സ്കാൻ ചെയ്യുന്നത് കേട്ടോ. ഈ പ്രൊജക്റ്റിൻ്റെ കീ കൊടുക്കണം. ഞാൻ JS ആപ്പ് എന്നാണ് കീ കൊടുക്കുന്നത്. ബ്രാഞ്ച് പിന്നെ ഡീഫാൾട്ട് ആയിട്ടുള്ള നെയിം തന്നെയാണ് കൊടുക്കുന്നത്. ഇത് കഴിഞ്ഞ് കഴിയുമ്പോൾ 2 ഓപ്ഷൻ ചോദിക്കും. അതായത് നമുക്ക് കസ്റ്റമായിട്ട് റൺ ചെയ്യണോ അതോ ഇൻസ്റ്റൻസസ് ഫോളോ ചെയ്യണോ എന്ന്. അപ്പം ഞാൻ ഈ നമ്മുടെ ഡീഫാൾട്ട് ആയിട്ടുള്ള ഓപ്ഷൻ തന്നെയാണ് അഗെയിൻ ചൂസ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് ക്രിയേറ്റ് പ്രൊജക്റ്റ് കൊടുക്കാം. ക്രിയേറ്റ് പ്രൊജക്റ്റ് കൊടുക്കുമ്പോൾ നമ്മൾ ഗിറ്റിലൊക്കെ ചെയ്തതുപോലെ തന്നെ ഇവിടെ ഒരു കീ ജനറേറ്റ്, ഇപ്പം നമ്മുടെ സിസ്റ്റത്തിൽ ലോക്കലി ആണ് റൺ ചെയ്യേണ്ടത്. ഈ ലോക്കൽ ഓപ്ഷൻ ചൂസ് ചെയ്യും. അതിന് പകരം നിങ്ങൾക്ക് റെപ്പോസിറ്ററി ആണ് അനലൈസ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ നിന്ന് ചൂസ് ചെയ്യാം കേട്ടോ. നമ്മൾ എൻ്റെ ലോക്കൽ സിസ്റ്റത്തിലുള്ള പ്രൊജക്റ്റ് അനലൈസ് ചെയ്യുന്നത്. സോ ലോക്കൽ ചൂസ് ചെയ്യാം. ഇത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഗിറ്റിലൊക്കെ ഒതന്റിക്കേഷൻ ടോക്കൺ ജനറേറ്റ് ചെയ്യാറില്ലേ, അതുപോലെ ഇവിടെ ടോക്കൺ ഉണ്ട്. ഈ ടോക്കൺ നമ്മൾ ജനറേറ്റ് ചെയ്യാം. മീൻസ് ജനറേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ കൊടുക്കുമ്പോൾ ഈ ടോക്കൺ കിട്ടും. ഇത് നിങ്ങൾ കോപ്പി എടുത്ത് വെക്കണം. ഇത് നമുക്ക് ലേറ്റർ ആവശ്യമുണ്ട്. സോ കോപ്പി എടുത്തിട്ട് എവിടെയെങ്കിലും പേസ്റ്റ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം. അതായത് ഫസ്റ്റ് നമ്മൾ ലോക്കലി ചൂസ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ജനറേറ്റ് കൊടുത്തു. ജനറേറ്റിൽ നിന്ന് ടോക്കൺ കിട്ടി. ടോക്കൺ നമ്മളെടുത്ത് കോപ്പി ചെയ്തിട്ട് വേറെ എവിടെയെങ്കിലും വെക്കാം. അത് കഴിഞ്ഞ് രണ്ടാമത്തെ സ്റ്റെപ്പ് കണ്ടിന്യൂ കൊടുത്തു കഴിയുമ്പോൾ നമ്മുടെ പ്രൊജക്റ്റിൻ്റെ ലാംഗ്വേജ് ചോദിക്കും. ഇപ്പം ഞാൻ വെബ് ജാവാസ്ക്രിപ്റ്റ് ആണ് കൊടുക്കുന്നത്, അല്ലെങ്കിൽ ടൈപ്പ് സ്ക്രിപ്റ്റ് ഉണ്ട്.
അപ്പോൾ ഇത് കഴിഞ്ഞ് കഴിയുമ്പം നമ്മളോട് ഇവർ ഫസ്റ്റ് സ്കാനർ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി പറയും. അതായത് നമ്മൾ ഫസ്റ്റ് ഡോക്കർ യൂസ് ചെയ്തിട്ട് ചെയ്തത് ഈ ഒരു ഇമേജ് പുള്ളി ചെയ്തെടുത്തത് സോണാർ ക്യൂബിന്റെ സെർവറാണ്. അപ്പോൾ നമ്മൾ ഈ കോഡിന്റെ റിക്വസ്റ്റ്, ഈ സ്കാനറാണ് നമ്മുടെ കോഡിന്റെ ഇത് റിക്വസ്റ്റ് സെർവറിലേക്ക് സെൻഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ സ്കാനർ നമ്മുടെ കോഡ് സ്കാൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സ്കാനർ വേണം. നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ കമാൻഡ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. സ്കാനർ ഇൻസ്റ്റാൾ ചെയ്യാനുള്ളത് npm install -t sonar scan എന്ന് പറഞ്ഞിട്ട് ഇത് കോപ്പി എടുത്തിട്ട് നമ്മുടെ ടെർമിനലിൽ കൊണ്ടുപോയിട്ട് ഇൻസ്റ്റാൾ ചെയ്യുക. ഞാനിപ്പോൾ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത് കൊണ്ട് ഞാൻ ചെയ്യുന്നില്ല. നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു കമാൻഡ് കോപ്പി എടുത്തിട്ട് നോർമലി ഇൻസ്റ്റാൾ ചെയ്യാം. ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ഈ ഒരു അനാലിസിസിന് വേണ്ടിയിട്ട് നമ്മുടെ പ്രൊജക്റ്റ് സ്കാൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കമാൻഡ് ഇവിടെ കൊടുക്കുന്നുണ്ട്. ഒന്ന് നമ്മൾ ലോക്കൽ ഹോസ്റ്റ് 9000 നമ്മുടെ IP പോർട്ടും, അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളിപ്പം ജനറേറ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു ടോക്കൺ ഇല്ലേ, ടോക്കണും നമ്മൾ കൊടുത്തിരിക്കുന്ന ജാവാസ്ക്രിപ്റ്റിന്റെ ആപ്പും. അപ്പം ഇത് ഇവിടെ ഇരിക്കട്ടെ. നമുക്ക് സ്കാൻ ചെയ്യണമെങ്കിൽ ഒരു പ്രൊജക്റ്റ് വേണമല്ലോ. ഞാൻ പറഞ്ഞ പോലെ തന്നെ ജാവാസ്ക്രിപ്റ്റിന്റെ ഒരു പ്രൊജക്റ്റ് ഞാൻ ചെയ്തിട്ടുണ്ട്. അതൊന്നുമില്ല, ഒരു application.js ഒരു നോർമൽ JSന്റെ ഫയലാണ് ഇത്. ഏറ്റവും ബേസിക് ആയിട്ട് ഒരു ഫസ്റ്റ് ടൈം കോഡ് ചെയ്യുന്ന ഒരാൾ എങ്ങനെയാണോ ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യുന്നത് അതുപോലെയാണ് ഞാൻ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അതായത് ഇതിനകത്ത് ഇപ്പോൾ കമ്പാരിസൺ ഓപ്പറേറ്ററിലാണെങ്കിൽ നമ്മൾ സാധാരണ ചെയ്യുന്ന ഡബിൾ ഈക്വൽറ്റി യൂസ് ചെയ്തിട്ടുണ്ട്. സാധാരണ നമ്മൾ ട്രിപ്പിൾ ഈക്വൽറ്റി യൂസ് ചെയ്യുമല്ലോ. അപ്പോഴാണല്ലോ കോഡ് കമ്പാരിസൺ ഒന്നും കൂടെ സ്ട്രോങ് ആകുന്നത്, ടൈപ്പും കൂടെ ബേസ് ചെയ്തിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. അതുപോലെ തന്നെ ഡിവൈഡഡ് ബൈ നമ്പേഴ്സിന്റെ ഇത് ചൂസ് ചെയ്തിട്ടുണ്ട്. മീൻസ് ഇവിടെ വരുന്ന എക്സെപ്ഷൻ എന്താ, 0 വരുന്ന സമയത്ത് നമുക്ക് എക്സെപ്ഷൻ വരും. സോ അത് വരാനുള്ള ചാൻസ് ഉണ്ട്. നമ്മൾ 0 ആണെങ്കിൽ റിട്ടേൺ ചെയ്യാമെന്നൊന്നും പറഞ്ഞ് ഇവിടെ ഹാൻഡിൽ ചെയ്തിട്ടില്ല. പിന്നെ നമ്മൾ നോക്കുവാണെങ്കിൽ ഇതൊരു സെക്യൂരിറ്റി വർണറബിലിറ്റി ആണ്. ഇതുപോലെ ഇവാലുവേഷൻ ഓപ്പറേറ്റർ ഡയറക്റ്റ് യൂസ് ചെയ്യുന്നത് ഡേഞ്ചറസ് ആണ്. സോ ഒരു വർണറബിലിറ്റി നമ്മൾ ഇതൊക്കെ അനലൈസ് ചെയ്യുന്നുണ്ടോ നമുക്ക് അറിയണമല്ലോ. പിന്നെ ഇവിടെ ഒരു ഫംഗ്ഷനിലേക്ക് 2 വേരിയബിൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ നമ്മൾ ജസ്റ്റ് കൺസോൾ ലോഗ് മാത്രമേ ചെയ്തിട്ടുള്ളൂ, യൂസ് ചെയ്തിട്ടില്ല. പിന്നെ അതുപോലെ തന്നെ വാർ യൂസ് ചെയ്തിട്ടാണ് നമ്മളത് ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. പിന്നെ ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് നമ്മളിപ്പോൾ കോൾ ബാക്ക് ഹെല്ല് എന്നൊക്കെ പറയുന്ന പോലെ ഞാൻ ഈഫൽസ് ഇട്ട് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആക്കിയിട്ടുണ്ട്. സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കേസേ ഉള്ളൂ. സ്വിച്ചോ ഈഫൊക്കെ യൂസ് ചെയ്തിട്ട് അതൊരു കോംപ്ലക്സ് ആക്കി ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ഐഡന്റിഫൈ ചെയ്യുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാട്ടോ. പിന്നെ 2 അൺയൂസ്ഡ് ആയിട്ടുള്ള ഫംഗ്ഷൻ ഉണ്ട്, നമ്മൾ എവിടെയും കോളൊന്നും ചെയ്തിട്ടില്ല. പിന്നെ നോഡ്ജേഴ്സിന്റെ എക്സ്പോർട്ട് യൂസ് ചെയ്തിട്ട് ഈ ഫംഗ്ഷനൊക്കെ കോൾ ചെയ്തിട്ടുണ്ട്. അതായത് മോഡ്യൂളിൽ ലോഡ് ചെയ്യുമ്പോൾ തന്നെ കോൾ ചെയ്തിട്ടുണ്ട്. ഇത്രയാണ് ചെയ്തേക്കുന്നത്. പിന്നെ package.json ഫയൽ ഉണ്ട്, ജസ്റ്റ് നെയിമും വേഷനും ഒക്കെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടേ ഉള്ളൂ. പിന്നെ സോണാർ ക്യൂബിന്റെ ഒരു പ്രോപ്പർട്ടി ഫയൽ ഉണ്ട്. ഇത് ഞാൻ ഈ പ്രൊജക്ട് എൻ്റെ ഗിറ്റ് റെപ്പോസിറ്ററിയിലേക്ക് ആഡ് ചെയ്തേക്കാം. അപ്പോൾ അവിടെ നിന്ന് റെഫർ ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ ഒന്നുമില്ല, ഫസ്റ്റ് നമ്മൾ പ്രൊജക്ടിന്റെ കീ, ഈ പ്രൊജക്ടിന്റെ കീ നമ്മൾ ഈ സോണാർ ക്യൂബിൽ കൊടുത്തിരിക്കുന്ന സെയിം കീ തന്നെ കൊടുക്കണം കേട്ടോ, എന്നാലേ ഇത് മാച്ച് ആവുള്ളൂ. അപ്പോൾ നമ്മൾ ആ പ്രൊജക്ട് കീ നമ്മൾ ഫസ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ, അതേ കീ തന്നെ കൊടുക്കണം. പ്രൊജക്ടിന്റെ നെയിമും ആ ഡിസ്പ്ലേയുടെ നെയിമും സെയിം തന്നെ കൊടുക്കുക. ജാവാസ്ക്രിപ്റ്റ് ഡെമോ ആപ്പ് എന്ത് തന്നെയാണെന്ന് തോന്നിയ കൊടുത്തേക്കുന്നത്, ആപ്പ് ഡെമോ എന്നാണ്. ഞാൻ ടെസ്റ്റ് നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നേ, അതുകൊണ്ടാണ്. പിന്നെ വേർഷൻ കൊടുത്തിട്ടുണ്ട് 1.0. സോഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ സെയിം എവിടെയാണോ നമ്മുടെ കോഡ് ഉള്ളത് അതാണ് ഈ സെയിം ഡയറക്ടറിയിൽ തന്നെ ഉള്ള ഫയൽസ് ആണ് സ്കാൻ ചെയ്യേണ്ടത്. സോ സോഴ്സ് ഡോട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ URL സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ടോക്കൺ നമ്മൾ ഈ ടോക്കൺ അല്ലേ, ഇതാ ഞാൻ പറഞ്ഞേ, നമുക്ക് ആവശ്യമുണ്ടെന്ന് കോപ്പി ചെയ്തെടുത്ത് വെക്കുക. ഓക്കെ, അതുപോലെ തന്നെ എക്സ്ക്ലൂഡ്, നമുക്ക് ഈ നോട്ട് മോഡ്യൂൾസ് ഇൻ കേസ് നിങ്ങൾക്ക് നോട്ട് മോഡ്യൂൾസിന്റെ ഫോൾഡർ ഉണ്ടെങ്കിൽ അത് സ്കാൻ ചെയ്യേണ്ട, മീൻസ് അതിനും കൂടെ ടൈം വേസ്റ്റ് ചെയ്യണ്ടല്ലോ. സോ അതുകൊണ്ടാണ് എക്സ്ക്ലൂഷനിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഫോൾഡേഴ്സും ഫയൽസ് ഒക്കെ ഉണ്ടെങ്കിൽ അതും അതിന്റെ ഡീറ്റെയിൽസും സെറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ സോണാർ ക്യൂബിന് ഒരു പ്രോപ്പർട്ടി നോർമൽ കോൺഫിഗറേഷൻ ഫയലാണ്. നമ്മുടെ പ്രൊജക്റ്റും ഇതിന്റെ ഒതന്റിക്കേഷൻ ഡീറ്റെയിൽസും സെറ്റ് ചെയ്ത് കൊടുക്കുന്ന ഒരു ഫയൽ, അത്രേ ഉള്ളൂ. അപ്പം ഇനി നമുക്ക് സ്കാൻ ചെയ്യാം. അപ്പോൾ നമുക്ക് പ്രൊജക്റ്റ് സെറ്റ് ആയല്ലോ. അപ്പം നമ്മളൊരു നോർമൽ ജാവാസ്ക്രിപ്റ്റിന്റെ ഒരു കുറേ റാൻഡം ഫംഗ്ഷൻസ് ഒക്കെ എഴുതിയിട്ട് ഒരു ഫയലുണ്ട്, അത് package.json ഫയൽ ഉണ്ട്. ഇതുണ്ടെങ്കിലേ സ്കാൻ ചെയ്യുള്ളൂ, ഇത് കൊടുക്കണം കേട്ടോ. പിന്നെ സോണാർ ക്യൂബിന്റെ പ്രോപ്പർട്ടി ഇത് നിങ്ങളുടെ PHP ആണെങ്കിലും അല്ലെങ്കിൽ പൈത്തോൺ ആണെങ്കിലും ഒക്കെ സെയിം തന്നെയാണ് കേട്ടോ. നമ്മുടെ കോഡ് മാത്രമേ മാറുന്നുള്ളൂ, പ്രോസസ്സ് ഒക്കെ സെയിം തന്നെയാണ്. ഇനി എന്ത് ചെയ്യുക, ഈ ഒരു കോഡ് കോപ്പി ചെയ്തിട്ട് നമ്മുടെ പവർ ഷെല്ലിൽ കൊണ്ടുപോയിട്ട് റൺ ചെയ്യാം. പ്രൊജക്റ്റിന്റെ ഫോൾഡറിൽ എൻ്റർ ചെയ്യണം. അപ്പം എൻ്റെ ഡോക്യുമെന്റ് ഫോൾഡറിൻ്റെ അകത്താണ് ഉള്ളത്. അതിൻ്റെ അകത്ത് സോണാർ ക്യൂബ് എന്ന് പറഞ്ഞിട്ടുള്ള ഡെമോ എന്ന് പറഞ്ഞിട്ടുള്ള ഫോൾഡർ. ഇതിൻ്റെ അകത്ത് നമ്മൾ നേരത്തെ കണ്ട ആ ഒരു സോണാർ ക്യൂബിന്റെ ലൈനില്ലേ, അത് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി കൊടുക്കുക. അതായത് സോണാർ ഇത് കൊടുക്കുക. ഇത് ഓട്ടോമാറ്റിക് സ്കാൻ ചെയ്തോളൂ. ഇപ്പം നിങ്ങളുടെ ഇത് കുറച്ച്
കുറച്ച് ടൈം എടുക്കുന്നത് നമ്മൾ പ്രൊജക്ടിന്റെ ടൈം അനുസരിച്ച് സൈസ് അനുസരിച്ചിരിക്കും കേട്ടോ. നമ്മുടെ കേസിൽ ഒരു സിംഗിൾ ഫയൽ ആയതുകൊണ്ട് ഒരുപാട് ടൈം ഒന്നും എടുക്കില്ല, ഒരു 1 മിനിറ്റ് ഒന്നും എടുക്കില്ല, 30 സെക്കൻഡിനുള്ളിൽ കംപ്ലീറ്റ് ആവും. പക്ഷെ നിങ്ങളുടെ ഇപ്പോൾ വലിയൊരു പ്രൊജക്റ്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് സ്കാൻ ചെയ്യാൻ വേണ്ടിയിട്ട് ടൈം എടുക്കും. നമ്മുടെ റിയൽ പ്രൊജക്റ്റിൽ വരുമ്പോൾ ഒരുപാട് ഫയൽസും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. പിന്നെ നമ്മൾ ഓരോ പ്രാവശ്യം കമ്മിറ്റ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് ഇത് ട്രിഗർ ചെയ്യുമ്പോൾ ഫയൽ മാത്രം നോക്കിയാൽ മതിയല്ലോ. അപ്പോൾ അത്രയും പ്രോബ്ലം വരില്ല. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ സ്കാനിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്, എൻജിൻ കംപ്ലീറ്റഡ് സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മളിവിടെ വന്നിട്ട് റിഫ്രഷ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇഷ്യൂസ് കാണിക്കും. അതായത് ഡാഷ്ബോർഡിൽ തന്നെ ഓവർവ്യൂ വരും. ഓവർവ്യൂവിൽ ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ മെയിൻ്റനബിലിറ്റി ഇഷ്യൂ 2 ഉണ്ട്. അപ്പോൾ എന്താ നോക്കാം, ക്ലിക്ക് ചെയ്ത് പോയാൽ ഇവിടെ കണ്ടോ അൺഎക്സ്പെക്റ്റഡ് ബാർ, അതായത് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന ഇപ്പോൾ ഇതിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ ലൈൻ നമ്പറും കാര്യങ്ങളൊക്കെ വരും. ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ലൈൻ നമ്പർ 23, അതായത് ഇവിടെ ബാർ എന്താ പറയുക, ലെറ്റ് യൂസ് ചെയ്യാം അല്ലെങ്കിൽ കോൺസ്റ്റ് യൂസ് ചെയ്യണം. ബാർ ഇപ്പം അധികാരം യൂസ് ചെയ്യാറില്ലല്ലോ, അപ്പോൾ റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ഇനി അതൊരു ഇഷ്യൂ ആയിട്ട് അവർ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ ഇഷ്യൂ നോക്കാം. രണ്ടാമത്തതും സെയിം തന്നെ, അതിൻ്റെ 2 വേരിയബിൾ ആണല്ലോ. ലൈൻ നമ്പർ 23 പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആപ്ലിക്കേഷനിൽ 23 പോയാൽ ഈ 2 വേരിയബിൾ അല്ലേ, ഇത് ലെറ്റായിട്ട് ഡിക്ലറേഷൻ ലെറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാനാണ് പറയുന്നത്. ലേറ്റസ്റ്റ് ജാവാസ്ക്രിപ്റ്റ് ഇതൊക്കെ ലെറ്റ് വാർക്ക് ഞാൻ നമ്മുടെ വീഡിയോ ചാനലിൻ്റെ തുടക്കത്തിൽ എന്താണെന്നൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം കേട്ടോ, ഇൻ കേസ് നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ. ഓക്കെ, അപ്പം ഇതൊരു 2 ഇഷ്യൂ ഐഡന്റിഫൈ ചെയ്തു. 2 ഇഷ്യൂ. അപ്പൊ ഇത് നമുക്ക് ഓപ്പൺ, ഇപ്പൊ സ്റ്റാറ്റസ് ഗിറ്റിലൊക്കെ കൊടുക്കുന്ന പോലെ തന്നെ സ്റ്റാറ്റസ് ഓപ്പൺ ആണ്, നമുക്ക് സ്റ്റാറ്റസ് ചേഞ്ച് ചെയ്യാം. അതുപോലെ തന്നെ ഇപ്പോൾ ഗിറ്റ് ഒക്കെ ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആർക്കാണോ അത് ഫിക്സ് ചെയ്യാൻ കൊടുക്കേണ്ടത് അസൈനിയൊക്കെ ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പൊ നമുക്ക് മെയിൻ്റെനബിലിറ്റി ഇഷ്യൂ 2 ഇവിടെ കാണിക്കുന്നത്. ഇനി നമ്മൾ തിരിച്ചു പോയാൽ, ഇനി ഓവർവ്യൂയിലേക്ക് തിരിച്ചു പോയിട്ടുണ്ടെങ്കിൽ സെക്യൂരിറ്റി ഇഷ്യൂ ആണ്. ഇവിടെ സെക്യൂരിറ്റി ഇഷ്യൂ കാണിക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ മൗസ് ഓവർ ചെയ്യുമ്പോൾ തന്നെ കാണിക്കും സെക്യൂരിറ്റി റിവ്യൂവിന്റെ റേറ്റിംഗ് തന്നിരിക്കുന്നത് E ആണ്. കാരണം 30% ഹോട്ട്സ്പോട്ട് ഫൈൻഡ് ചെയ്തിട്ടുണ്ട്, നമുക്കറിയാലോ. അതായത് സെക്യൂരിറ്റി റിലേറ്റ് ചെയ്തിട്ടുള്ള ഇഷ്യൂ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് നോക്കിയാൽ മതി. ഇവിടെ ഒരു ഇഷ്യൂ നമ്മൾ നേരത്തെ പറഞ്ഞ എക്സ്പ്രഷന്റെ ഞാൻ തുടക്കത്തിലേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ, ഇവാലുവേഷൻ ഓപ്പറേറ്റർ ഡയറക്റ്റ്ലി യൂസ് ചെയ്യുന്നത് ഡേഞ്ചറസ് ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് അതുവരെ ഇവരിവിടെ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. വൾനറബിലിറ്റി ഇഷ്യൂ ആണ്, SQL ഇഞ്ചക്ഷനും കോഡ് സേഫർ അല്ല. അപ്പം അതിന് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള സൊല്യൂഷൻ എടുക്കാൻ വേണ്ടി പറയുന്നുണ്ട്. പിന്നെ അപ്പോൾ ഇങ്ങനെയാണ് ഇഷ്യൂസ് ഐഡന്റിഫൈ ചെയ്യുന്നത്. നമ്മുടെ കോഡിനെ ലൈൻ ബൈ ലൈൻ ആയിട്ട് ചെക്ക് ചെയ്തിട്ട് ഇതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കോഡിന്റെ ബഗ്സ് ആണെങ്കിലും അല്ലെങ്കിൽ വൾനറബിലിറ്റി ഇഷ്യൂസ് ഒക്കെ ഐഡന്റിഫൈ ചെയ്യും. എന്നിട്ട് പിന്നെ നമുക്ക് എന്ത് ചെയ്യും, ഇപ്പം നമ്മുടെ പൈപ്പ് ലൈൻ ഒക്കെ ആണെങ്കിൽ എഗെയിൻ ഇത് ഡെവലപ്പർക്ക് റീഅസൈൻ ചെയ്ത് കൊടുത്ത് അവർ ഫിക്സ് ചെയ്ത് വന്നതിന് ശേഷം എഗെയിൻ പൈപ്പ് ലൈൻ റൺ ചെയ്ത് അടുത്ത ബിൽഡിലേക്കും ടെസ്റ്റിംഗിലേക്കൊക്കെ പോവാം. ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടോപ്പിക്ക് ചെക്ക് ചെയ്യാം. അതായത് നമ്മുടെ സമാർ ക്യൂബിന് നമ്മുടെ എക്സിസ്റ്റിംഗ് CI/CD പൈപ്പ് ലൈനിലേക്ക് ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്, അതിലൊരു ടീം കൊളാബറേഷൻ ഒക്കെ വരുന്ന സമയത്ത് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇത് ഹെൽപ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.